എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡിയാക്കാനുള്ള പണിയിലേക്ക് തിരിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ ദോശയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശ ആദ്യം തന്നെ പരത്തിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ അങ്ങനെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള മസാലകൾ മാത്രമേ ഉണ്ട് അതിലുള്ളൂ. അതിനുശേഷം ഞാനൊരു മുട്ടയും ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും അതിനുശേഷം കുറച്ച് ചീസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ ദോശ. എന്നിട്ട് ഇത് മറിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മുട്ടയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ചൂടാവുമ്പോഴത്തേക്കും ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ആ ദോശയമ്മലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പോരാത്തതിന് നല്ല നെയ്യും ആ ചീസും ഒക്കെ കൂടി ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ അങ്ങനെ മാറി മാറി ഉണ്ടാക്കാറുണ്ട് ഓരോ ദിവസങ്ങളും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, അതിന് പകരം വല്ല വെജിറ്റബിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം അതുപോലെ തന്നെ റാസാണ്ടോ എന്ന് ആദ്യം തന്നെ പോണത്. അവൻ 7 മണിക്കാണ് ബസ് വന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ നിന്നിട്ട് നോക്കാം കേട്ടോ അവൻ പോണത്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് 2 എൻട്രൻസാണ് ഉള്ളതേ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ അവൻ ബാക്കിലൂടെയുള്ള എൻട്രൻസ് വഴിയായിരിക്കും പോവുക. അപ്പോൾ ഇന്നിപ്പോൾ അതേ ഈ എൻട്രൻസ് വഴി ആയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസമാണ് രാവിലെ തന്നെ. ഇപ്പോൾ പിന്നെ തണുപ്പൊക്കെ ചെറിയ രീതിയിലുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇന്ന് തണുപ്പാണെങ്കിൽ ചിലപ്പോൾ നാളെ തണുപ്പ് അത്ര കാര്യമായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഇനിയിപ്പോൾ ഫുള്ള് തണുപ്പും മഞ്ഞും ഒക്കെ ആവും ഇനിയിപ്പോൾ ഈ ഒരു ന്യൂജേഴ്സിയിൽ. പിന്നെ പോരാത്തതിന് ഈ മരങ്ങളൊത്തിലെ ഇലയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിള്ളേരൊക്കെ പോയതിന് ശേഷം നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേണ്. ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പവും മുട്ടക്കറിയാണ്. പിന്നെ പാത്തു പോണ നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ഒരു തിക്കും തിരക്കായിരിക്കും. അവളുടെ സ്കൂൾ ബസ് വന്നതും പോണതൊക്കെ ഞാൻ വീഡിയോ മുമ്പേ ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയും കാണിക്കാം കേട്ടോ, നമുക്ക് സമയം കിട്ടണ പോലെയൊക്കെ. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ഹലോവീനൊക്കെ വരാൻ പോവില്ലേ, അപ്പോൾ അന്നൊക്കെ ഈ പിള്ളേർക്ക് സ്കൂളിൽ അതനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. എന്തായാലും ഞാൻ കഴിഞ്ഞ തവണ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി. നല്ല രസമാണ് പിള്ളേരിങ്ങനെ ഓരോ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ടേ ഇങ്ങനെ പോണതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഫുള്ള് ക്ലീനിങ് ആണ്. നമ്മുടെ കിച്ചണിൽ ഈ പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ പകുതി പണികളൊക്കെ കഴിഞ്ഞെന്നാണല്ലേ. അപ്പോൾ എനിക്ക് പിന്നെ ഈ ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ പരിപാടി കഴിയും കേട്ടോ. അങ്ങനെ രാവിലത്തെ പാത്രങ്ങളൊക്കെ അതിൽ വെച്ച് കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്ലാബ് തുടക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതേ ബീഫ് കുറച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബീഫ് മേടിക്കുമ്പോഴേ വലിയ പീസായിട്ടാണെന്നേ കിട്ടുള്ളൂ. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി എടുക്കണം, എന്നിട്ട് വേണം പിന്നെ കറി വയ്ക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം. നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. ഇത് നമ്മൾ കിടക്കണ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ആ മൂലയിലായിട്ട് ഒരു കുഞ്ഞ് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കുറച്ച് ഐറ്റംസുകളൊക്കെ വയ്ക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണതാണ്. ഫുള്ള് ജനലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. ബെഡ്റൂമിലായാലും ഹോളിലായാലും എല്ലായിടത്തും നല്ല വെളിച്ചമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിലൊക്കെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടാണ് ഇങ്ങനെ സവാളയും ഉള്ളിയും അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉള്ളിയാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. വലിയ ഉള്ളിയാണ്, ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ സെയിം ഉള്ളി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോസൺ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളത് മേടിക്കാറുണ്ട്, എങ്കിലും ഞാനിതൊക്കെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണത്.
അപ്പോൾ ആദ്യം തന്നെ ഫുള്ള് ഈ സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് ക്ലീനാക്കി അരിഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പോൾ അതേ എല്ലാം അങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് ബീഫ് കറി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണം. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. ബീഫ് കറി ഉണ്ടാക്കണതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്നില്ല. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും ഞാൻ പറയണമെന്നില്ല. മസാലപ്പൊടികളെല്ലാം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഈ പൊടികളും എല്ലാം ഇതുവരെ ഒന്നും തീർന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇനി കുറച്ച് കാലവും കൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ പാക്കഡ് തന്നെ മേടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഉള്ള കാലം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ മസാലപ്പൊടികളൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രതരം ബീഫാണ് ഇഷ്ടം? എനിക്ക് ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാലേ അതിൽ മീറ്റ് വേണം, അതുപോലെ എല്ല് വേണം, കുറച്ച് നെയ്യ് വേണം, ലിവർ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പീസുകളൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. എങ്കിലുള്ളൂ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമല്ലേ, നമുക്ക് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ ഓരോ പോർഷനായിട്ടാണ് കേട്ടോ ഓരോന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് നല്ല രീതിയിലൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് വയ്ക്കണ, കുറച്ച് നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതേ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത് ജീരകശാല അരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയതായിട്ടൊരു പാക്കറ്റ് വാങ്ങിയതാണ് ഡബിൾ ഓഴ്സിൻ്റെ. ഇവിടെ പല കമ്പനിയുടെയും കിട്ടും. അപ്പോൾ ഈ ഒരു ഡബിൾ ഓഴ്സിൻ്റെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കണത്. ഇതിനു മുമ്പ് ഉപയോഗിച്ചത് വേറൊരു കമ്പനിയുടെ ആയിരുന്നു. അപ്പോൾ ഓരോ തവണ ഓരോന്നങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതും നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കണത്. അതാകുമ്പോഴത്തേനും കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് റെഡിയായി കിട്ടും. പിന്നെ മാത്രമല്ല ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങോട്ട് നെയ്യൊന്നും ചേർക്കില്ല കേട്ടോ. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ചേർക്കാറുണ്ട്. ഉണ്ടാക്കാൻ നേരത്ത് കുറച്ചേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതിന് ശേഷം ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയാണ്. സാലഡ് ഇവിടെ വലിയ നിർബന്ധമൊന്നുമില്ല, എങ്കിലും എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ സാലഡൊക്കെ. നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് സാലഡൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും ഇടല്ല, വെറുതെ സവാളയും തൈരും മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റെഡിയായി. കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു വിസിലോട് കൂടി പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെയ്ച്ചോറ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീതെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ സവാള, പിന്നെ അതുപോലെ തന്നെ നട്ട്സ്, കിസ്മിസ് അതൊന്നും ഇടണില്ല കേട്ടോ. ഇവിടെ അതൊന്നും ആർക്കും ഇഷ്ടമൊന്നുമല്ല. പിന്നെ എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് ഉണ്ടാക്കാനുള്ളൊരു മെനക്കേടി വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും റെഡിയാക്കിയില്ല. പിന്നെ അതേ കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കണ്ട്. നെയ്ച്ചോറും ബീഫൊക്കെ ആകുമ്പോൾ പരിപ്പ് കറിയും കൂടി കൂടുമ്പോഴാണല്ലോ അതിനൊരു പൂർണ്ണത കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ അരച്ചുള്ള പരിപ്പ് കറിയാണ് കേട്ടോ സാധാരണ അതിന് ടേസ്റ്റ്. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങയൊന്നും അരക്കണമൊന്നുമില്ല. കാരണം ഇതും എനിക്ക് മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളൂ. ഇവിടെ എല്ലാവർക്കും നെയ്ച്ചോറും ബീഫും മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെയുള്ള സൈഡ് കറികളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാനിതിന് ഒന്ന് കടുകൊക്കെ താളിക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫിന് കുറച്ച് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതൊരു പലസ്തീൻ കടയിൽ നിന്നാണ് ഈ ഒരു ബീഫ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെയൊക്കെ നല്ല ബീഫ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ല് പീസും നെയ്യും ഒക്കെ കൂടിയുള്ള പീസുകളൊക്കെ കിട്ടും. പക്ഷേ അത് നമ്മൾ ഓരോ പോർഷനായിട്ട് വാങ്ങിക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഓരോ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ കറികളും റൈസും ഒക്കെ നിറച്ചിട്ടുണ്ട്. ഒക്കെ ഫുഡുകളൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നാട്ടിൽ കിട്ടണ ഒരു നെയ്ച്ചോറിനും ബീഫിൻ്റെയൊക്കെ ആ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് കഴിക്കുക. അത്ര തന്നെ. ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാമല്ലോ. വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മാറിയൊക്കെ ഉണ്ടാക്കും. ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാത്രിയൊക്കെ ആയപ്പോഴത്തേനും പതിവ് പോലെ തന്നെ പാത്തുവിൻ്റെ മദ്രസ ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ആൾ ഇത്തിരി കളിയിലൊക്കെയാണ്. ഇനി നമുക്ക് ഡിന്നറിലെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചത്. ഏതായാലും ബീഫ് കറിയൊക്കെ ഉച്ചക്ക് റെഡിയാക്കിയതാണല്ലോ. അപ്പം ഞാൻ ഫ്രോസൺ കപ്പയാണ് വാങ്ങിക്കണത്.
അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്നാണ്. അത് നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കേരള സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാണ് ഈ ഫ്രോസൺ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ച് ഇതിൻ്റെ പകുതി ഞാൻ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ഒരു ഫ്രോസൺ. നമ്മുടെ സാധാരണ കപ്പ പുഴുങ്ങണ അത്ര ഒരു ടേസ്റ്റ് ആയില്ല. എങ്കിലും ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാതെ തരവില്ലല്ലോ, കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പാൽക്കപ്പ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഞാൻ കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ പുഴുങ്ങിയ കപ്പ ഇടുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഫ്രോസൺ കപ്പ. കുഴപ്പമൊന്നുമില്ല, എന്തായാലും മറ്റേ കപ്പയുടെ അത്രയും അങ്ങോട്ട് പറ്റൂലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ ഞാനിതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പാൽക്കപ്പ എന്ന് പറയുമ്പോൾ നല്ല ഒന്ന് ഉടഞ്ഞൊക്കെ ഇരിക്കുമല്ലോ മൊത്തത്തിൽ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഉടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ എല്ലാവർക്കും. പിന്നെ പോരാത്തതിന് ബീഫ് കറിയും കൂടി വെച്ചുകൊണ്ട് തന്നെ ഇതും കൂടി ഉണ്ടാക്കുമ്പോൾ അതൊരു കോമ്പിനേഷനാണല്ലോ. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് ബീഫ് റിബൊക്കെയാണ്. ഞാൻ ഇതിനു മുമ്പ് ബീഫ് റിബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോസ്കോലൊക്കെ നല്ല ബീഫ് റിബൊക്കെ കിട്ടും. പക്ഷേ അതൊന്നും എപ്പോഴും ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ബീഫ് കറി ഉള്ളതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. അങ്ങനെ അതേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കടുകൊക്കെ ഒന്ന് താളിച്ച് കൊടുക്കണം. പിന്നെ ഒരടുപ്പിൽ ഉച്ചക്കത്തെ ബീഫും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും ഉണ്ടാക്കുന്നുണ്ട്. കട്ടൻ ചായ നല്ല അടിപൊളി കോമ്പിനേഷനാണല്ലോ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുക് താളിച്ചതിൽ കുറച്ച് ഉള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാവും അല്ലേ. ഇവിടുത്തെ കടകളിലൊന്നും ഈ സാധനമൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ മിക്ക റെസ്റ്റോറൻറ്റിലും കിട്ടുമല്ലോ പാൽക്കപ്പയൊക്കെ. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നറിൻ്റെ വിശേഷങ്ങളും. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.